കർക്കിടകം ഹൈന്ദവ ആചാരപ്രകാരം പൊതുവെ പ്രാധാന്യമേറുന്ന ഒരു മാസമാണ്. രാമായണ മാസം എന്ന് നാം പൊതുവെ പറയുന്നു. ജൂലൈ 17 വ്യാഴാഴ്ചയാണ് കർക്കിടക മാസം. കർക്കിടക മാസം വരുന്നതിന് മുൻപേ നാം ചില അശുഭകരമായ വസ്തുക്കൾ എടുത്തു നീക്കുന്നത് ലക്ഷ്മി ദേവിയെ സ്വാഗതം ചെയ്യാനും സർവൈശ്വര്യത്തിനും സഹായിക്കുന്നു. ഏതെല്ലാം വസ്തുക്കളാണ് കർക്കിടകം 1 മുമ്പായി കളയേണ്ടത് എന്ന് നോക്കാം. വീടിന് മുന്നിലോ വീട്ടിലോ തുളസി മുരടിച്ച രൂപത്തിലാണെങ്കിൽ അത് നീക്കുക. ഇതിൻ്റെ ഭാഗങ്ങൾ ഉണങ്ങിയെങ്കിൽ ഇതൊടിച്ച് നീക്കുക. തുളസി വീട്ടിലില്ലെങ്കിൽ വീടിന് മുന്നിൽ ഒരു തുളസിത്തൈ വച്ച് പിടിപ്പിക്കുക. കരിഞ്ഞതോ മുരടിച്ചതോ ആയ തുളസി കർക്കിടക മാസത്തിൽ വീടിന് മുന്നിൽ ഉണ്ടാകരുത്. അടുത്തത് വീടിൻ്റെ കന്നിമൂലയാണ്. വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ മാറാല പിടിച്ചാൽ ഇത് നീക്കണം. വീട്ടിൽ കർക്കിടകം 1 മുന്നായി മാറാല നീക്കണം. കന്നിമൂലയിൽ നിന്ന് തീർച്ചയായും മാറ്റുക. ഇത് വീടിന് പുറത്തായാലും അകത്തായാലും. അടുത്തത് കത്തിക്കുന്ന നിലവിളക്കിന് ചോർച്ചയുണ്ടെന്ന് നോക്കണം. നിലവിളക്കിൻ്റെ പാദഭാഗത്ത് എണ്ണ വന്നു നിന്നാൽ, അല്ലെങ്കിൽ താലത്തിൽ വിളക്ക് വെച്ചാണ് കത്തിക്കുന്നതെങ്കിൽ ആ താലത്തിൽ എണ്ണ കെട്ടി നിൽക്കും. ചോർച്ചയുള്ള നിലവിളക്ക് മാറ്റുക. കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ഇത്തരം നിലവിളക്ക് പാടില്ല. അടുത്തത് വീട്ടിലെ ധനസ്ഥാനം വൃത്തിയാക്കുക. അതായത് പണം വയ്ക്കുന്നത് അലമാരിയിലോ പെട്ടിയിലോ ആണെങ്കിൽ കീറിപ്പറിഞ്ഞതും ഉപയോഗശൂന്യവുമായ വസ്തുക്കൾ നീക്കുക. ഇത് തുണികളാണെങ്കിലും പേപ്പറാണെങ്കിലും എല്ലാം നീക്കുക. അടുത്തത് വീടിൻ്റെ മുറ്റമാണ്. വടക്ക് കിഴക്കേ ഭാഗം, നാം ഇറങ്ങുന്ന ഭാഗം എന്നിവിടങ്ങൾ പ്രത്യേകിച്ചും. ഉണങ്ങിയ വൃക്ഷലതാദികൾ, പൊട്ടിയ ചെടിച്ചട്ടികൾ എന്നിവ ഉണ്ടെങ്കിൽ മാറ്റുക. കർക്കിടക പുലരിൽ ഇവ കണി കാണുന്നത് തന്നെ ഏറെ ദോഷമാണ്. ഇത് കണി കണ്ടാൽ ജീവിതത്തിൽ തകർച്ചയാകും ഫലം. പൂജാമുറി വൃത്തിയാക്കണം. ഉണങ്ങിയതും കരിഞ്ഞതുമായ പൂക്കളും പുഷ്പാഞ്ജലി ഇലകളുമെല്ലാം നീക്കുക. നിലവിളക്കുകൾ ഉപയോഗശൂന്യമായത് നീക്കാം. ഉപയോഗിക്കാത്തവ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി വെക്കാം. ദൈവങ്ങളുടെ പൊട്ടിയതായ വിഗ്രഹങ്ങളും കീറിയ കലണ്ടറുമെല്ലാം നീക്കുക. അതുപോലെ നിറം മങ്ങിയ ചിത്രങ്ങൾ നീക്കുക. അടുത്തത് പഴയ കലണ്ടറാണ്. ഇത് മാറ്റുക. ഇതുപോലെ തന്നെ നടക്കാത്ത ക്ലോക്കും പാടില്ല. വാസ്തുപ്രകാരം ഇവ രണ്ടിനും ഏറെ പ്രാധാന്യമുണ്ട്. ഇവ നെഗറ്റിവിറ്റിയാണ്. വീട്ടിലെ പ്രധാന വാതിലും അരിപ്പാത്രവും തുടച്ച് വൃത്തിയാക്കി വെക്കുക. പൊടിയോ അഴുക്കോ മാറാലയോ ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നീക്കുക. ഇതുപോലെ പഴകിയ ഭക്ഷണ വസ്തുക്കളും നീക്കുക.